ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ട സീറോ മലബാർ സഭാ വിശ്വാസികളെ, കണ്ണൂർക്കാരനായ മാർ പാമ്പ്ലാനിയുടെ ധിക്കാരം സഭയുടെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. പറയുന്നത് മറ്റാരുമല്ല, സീറോ മലബാർ സഭ മെത്രാൻമാരാണ്. സീറോ മലബാർ സഭയിൽ സൂപ്പർ മെത്രാപ്പോലിത്ത ചമയുന്ന കണ്ണൂർക്കാരൻ മാർ ജോസഫ് പാമ്പ്ലാനിയുടെ ധിക്കാരം സഭാ സിനഡിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു എന്നാണ് സഭയിലെ സീനിയർ മെത്രാന്മാരുടെ വിലയിരുത്തൽ. കണ്ണൂർക്കാരനെ സഭയുടെ സിനഡ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുടെ വികാരി അഥവാ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നുള്ളതാണ് സഭയുടെ പിതാക്കന്മാരുടെ ഇപ്പോഴത്തെ നിലപാട്. ഇത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിശ്വാസികളുടെ ഒന്നടങ്കമുള്ള ആവശ്യവും. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ സിനഡിൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായേ തീരൂ. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയാൽ സീറോ മലബാർ സഭാ വിശ്വാസികൾ രൂപതയെന്നോ ഇടവകയെന്നോ നോക്കാതെ ഇത് സീറോ മലബാർ സഭയുടെയും പ്രശ്നമായി കണ്ട് എല്ലാ രൂപതകളിലും മാർ റാഫേൽ തട്ടിൽ, മാർ ജോസഫ് പാമ്പ്ലാനിയെയും ഉദ്ഘാടനം പോലെയുള്ള എല്ലാ ചടങ്ങുകളിൽ നിന്നും മാറ്റി നിർത്തുവാനും രൂപതകളിലേക്ക് പ്രവേശനം പോലും തടയുവാനും തട്ടിലിനെയും കണ്ണൂർക്കാരനെയും പൊലിപ്പിച്ചു കാട്ടുന്ന സഭാ മാധ്യമങ്ങളടക്കം എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബഹിഷ്കരിക്കുവാനും എല്ലാ രീതിയിലും ശക്തമായി നേരിടുവാനും തീരുമാനിച്ചു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കുകയാണ്. എല്ലാ രൂപതയിൽ നിന്നുള്ള ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും ആത്മീയതയിൽ ശക്തിപ്പെട്ടവരും വേഗശാലികളുമായ വിശ്വാസികൾ. സൂപ്പർ മെത്രാപ്പോലിത്ത ചമയുന്ന കണ്ണൂർക്കാരൻ മാർ പാമ്പ്ലാനി തകർത്താടുന്ന കുറച്ച് കത്തിവേഷങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേക ഭരണക്രമീകരണത്തിന്റെ ഭാഗമായി സീറോ മലബാർ സഭയുടെ സിനഡ് അതിരൂപതയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അഥവാ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത കൂടിയായതുകൊണ്ട് മെത്രാപ്പോലിത്തൻ വികാരി എന്ന രൂപതാ മെത്രാന്റെ അധികാരം ആണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ മെത്രാപ്പോലിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ മെത്രാപ്പോലിത്തയെ പുറത്താക്കിയതിനു ശേഷം 2 പ്രാവശ്യമായി സാദെ പ്ലീന അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത. ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഏകദേശം 1 വർഷത്തോളം സാദെ പ്ലീന അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു അതിരൂപത ഉണ്ടായിരുന്നത്. മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലുള്ള രാജിക്ക് ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പിന് തന്റെ സ്ഥാനീയ രൂപതയുടെ ഭരണം ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിരൂപതയുടെ ഭരണ ക്രമീകരണത്തിന്റെ ഭാഗമായി ഒരു രൂപതാ മെത്രാന്റെ അധികാരവും അവകാശവും ഉള്ള ഒരു മെത്രാപ്പോലിത്തൻ വികാരിയെ വെക്കാമെന്നിരിക്കെ വികാരി ജനറലിന്റെ അഥവാ പ്രോട്ടോ സെഞ്ചുറൂസ് അധികാരം മാത്രം കൊടുത്തുകൊണ്ട് കണ്ണൂർക്കാരനായ മാർ പാമ്പ്ലാനിയെ മെത്രാപ്പോലിത്തയുടെ വികാരിയായി മെത്രാനെടുത്ത ശുശ്രൂഷകൾ കൂടി നിർവഹിച്ചു കൊള്ളുന്നതുകൊണ്ട് എപ്പിസ്കോപ്പൽ വികാരി ജനറലായി നിയമിച്ചിട്ടുള്ളത്. ഇല്ലാത്ത അധികാരം വല്ലാത്ത ഉപയോഗിക്കുന്ന ശീലം പണ്ടേ ഉള്ളതുകൊണ്ട് കണ്ണൂർക്കാരൻ പാമ്പ്ലാനി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരം കൂടി കയ്യിലെടുത്തുകൊണ്ട് സൂപ്പർ മെത്രാപ്പോലിത്ത ചമയുന്നുവെന്ന് മാത്രം. 2, സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറി. സഭയുടെ സിനഡ് സെക്രട്ടറി എന്നത് സഭയുടെ സിനഡ് നടക്കുമ്പോൾ ക്ലർക്കൽ വർക്കുകൾ ചെയ്യുക എന്നത് മാത്രമാണ് പൗരസ്ത്യ സഭകളുടെ കാനൂൻ നിയമം വ്യക്തമാക്കുന്നത്. സീറോ മലബാർ സഭയിൽ ഇതിനു മുമ്പും സിനഡ് സെക്രട്ടറിമാർ ഉണ്ടായിട്ടുണ്ട്. കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവും മാർ ആന്റണി കരിയിൽ പിതാവും ഇതിനു മുമ്പ് സിനഡ് സെക്രട്ടറിമാർ ആയിരുന്നിട്ടുണ്ട്. സിനഡ് സെക്രട്ടറി സിനഡിന് പുറത്ത് എന്തെങ്കിലും ഉത്തരവാദിത്വം ചെയ്യണമെങ്കിൽ അത്തരം ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിഗ്രി പുറപ്പെടുവിക്കേണ്ടതുണ്ട്. സിനഡ് സെക്രട്ടറി എന്ന നിലയ്ക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപത വിഷയത്തിൽ ഇടപെടുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ കണ്ണൂർക്കാരനെ അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിനായി നിയമിച്ചതായ ഒരു ഡിഗ്രി ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. മാർ പാമ്പ്ലാനി മീഡിയ കമ്മീഷൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ നിയമിച്ച മീഡിയ കമ്മീഷൻ സെക്രട്ടറി പറഞ്ഞറിവ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനേക്കാൾ വലിയ സൂപ്പർ ആർച്ച് ബിഷപ്പ് സ്ഥാനമാണ് സിനഡ് സെക്രട്ടറി എന്നത്. ഇല്ലാത്ത അധികാരം വല്ലാതെ ഉപയോഗിക്കുന്ന സൂപ്പർ മെത്രാപ്പോലിത്ത ചമയൽ തന്നെയാണ്. 3, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭാ കൂട്ടായ്മയുടെ ഭരണക്രമീകരണത്തിന്റെ ഭാഗമാണ് ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങളിലെയും റീജിയനുകളിലെയും മെത്രാൻ സമിതിയുടെ യോഗങ്ങൾ. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെത്രാന്മാരുടെ യോഗങ്ങൾ 3 തലത്തിലാണ് നടത്തുന്നത്. ഏഷ്യയിലെ മെത്രാന്മാരുടെ യോഗം, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി, കേരള കത്തോലിക്ക മെത്രാൻ സമിതി എന്നീ 3 തലങ്ങളിലാണ് നമ്മുടെ മെത്രാൻ സമിതികൾ ഉള്ളത്. സാധാരണയായി ഈ 3 തലത്തിലെ യോഗങ്ങളും മുൻകൂട്ടി ധാരണയിലാണ് നടത്താറുള്ളത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി വർഷത്തിൽ 2 പ്രാവശ്യമാണ് സാധാരണ യോഗം ചേരാറുള്ളത്. വർഷകാല സമ്മേളനവും ഡിസംബർ മാസത്തിലെ ഒരു സമ്മേളനവും എന്ന തലത്തിൽ 2 പ്രാവശ്യമായി സാധാരണ കത്തോലിക്ക മെത്രാൻ സമിതി ചേരുന്നുണ്ട്. ഇത്തരം സമ്മേളന കാലാവധിയിൽ രൂപതയിൽ പ്രത്യേക സമ്മേളനങ്ങളോ മീറ്റിങ്ങുകളിലോ മെത്രാൻമാർ എത്താറില്ല. പ്രാദേശിക മെത്രാൻ സമിതിയുടെ പരിധിയിൽ വരുന്ന വിവിധങ്ങളായ വിഷയങ്ങളിലെ
അനുകൂലമായ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ട ഗൗരവമായ ചർച്ച നടത്തുന്ന ഒരിടമാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം. ഇത്രയേറെ ഗൗരവമായ ഒരു സമ്മേളന സമയത്ത് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും എത്തിയിട്ടുള്ള മെത്രാൻമാർ കൊച്ചി പോലെയുള്ള ഒരു നഗരത്തിൽ സമ്മേളിച്ചിരുന്ന സമയത്തുമാണ് അവരുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ എറണാകുളത്ത് സഭയുടെ പൊതുധാരണയ്ക്ക് എതിരായി യാത്ര ചെയ്യുന്നവർക്ക് സംഘടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ സമ്മേളനം വിളിച്ചത്. എറണാകുളം വിമത വൈദികരുടെ അവരുടെ പിണിയാളുകളുടെയും നക്സൽ മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധങ്ങൾ സഭയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാനോനികമായി നിലനിൽക്കാത്ത വൈദിക സമിതിയും ആലോചനാ സമിതിയും കാനോനികമെന്ന ലേബൽ ചാർത്ത് വിളിച്ച് സഭാവിരുദ്ധമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരിയായ ജനറലും തലശ്ശേരി രൂപതയുടെ മെത്രാപ്പോലിത്തയുമായ കണ്ണൂർക്കാരൻ വിളിച്ചുകൂട്ടിയ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിൽ 2 രൂപതകളുടെ പ്രാതിനിധ്യമാണ് ഇല്ലാതാക്കിയത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വളരെ ഗൗരവമായ യോഗം നടക്കുന്ന സമയത്ത് ആ യോഗം ബഹിഷ്കരിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മെത്രാന്മാരെ അപമാനിച്ചത് മാത്രമല്ല, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയേക്കാൾ വലിയ സൂപ്പർ മെത്രാൻ സമിതിയാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കത്തോലിക്ക സഭയെ തന്നെയാണ് മാർ പാമ്പ്ലാനി വെല്ലുവിളിച്ചത്. ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടക്കുമെന്നത് അറിയാത്ത ആളല്ല കണ്ണൂർക്കാരൻ. സീറോ മലബാർ സഭയിൽ മാത്രമല്ല കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മേലും സൂപ്പർ മെത്രാപ്പോലിത്ത ചമയുവാൻ ശ്രമിക്കുന്ന കണ്ണൂർക്കാരൻ പാമ്പ്ലാനിയുടെ പ്രവർത്തനത്തെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഗൗരവമായി കാണേണ്ടതാണ്. 4. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടന്നതിന്റെ ഒരു ഘട്ടത്തിൽ യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ സീറോ മലബാർ സഭയിലെ സ്ഥിരം സൂനോദോസ് അംഗങ്ങളെയും സ്ഥിരം സൂനോദോസിലെ ക്ഷണിതാക്കളായ പിതാക്കന്മാരെയും ചേർത്ത് 9 പേരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ കണ്ണൂർക്കാരൻ പാമ്പ്ലാനി. വിശ്വാസികളുമായി സംസാരിക്കാൻ എന്ന തരത്തിൽ അത്തരം യോഗം വിളിച്ചു ചേർക്കുവാൻ നേതൃത്വം വഹിച്ചത് സീറോ മലബാർ സഭയുടെ കൂരിയ ചാൻസലർ എബ്രഹാം കാവൽപുരിടമായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത അൽമയർ, അഡ്വക്കേറ്റ് മത്തായി വർക്കി മുദ്രേന്തി, ജോസഫ് പി എബ്രഹാം, ടെൻസൻ പുളിക്കൽ, ആന്റണി പുതുശ്ശേരി, പി കെ കുര്യാക്കോസ് പഴയമഠം എന്നിവരായിരുന്നു. കണ്ണൂർക്കാരന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ വിശ്വാസികൾ അവരുടെ നിലപാട് ശക്തമായി തന്നെ പറഞ്ഞ് പുറത്ത് പോയതിനു ശേഷം അഭിവന്യ പിതാക്കന്മാരുടെ യോഗത്തിൽ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ തന്നെ എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കലിലാക്കി പങ്കെടുപ്പിച്ചുകൊണ്ട് സഭാവിരുദ്ധരുടെ യോഗം നടത്തുകയും അതിന് അധ്യക്ഷ സ്ഥാനം തന്നെ അലങ്കരിച്ചുകൊണ്ട് റോമയിലെ പരിശുദ്ധ പിതാവിനെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനെയും പുലയാട്ട് പറയുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുത്തതും കാനോനികമായി നിലനിൽക്കുന്ന യോഗമാണ്. അഭിമന്യ പിതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം സഭാ നടപടികൾക്ക് വിധേയരായവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും അഭിമന്യ പിതാക്കന്മാരോട് പറഞ്ഞ കാനോനിക സമിതിയിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുണ്ടായിരുന്ന ഏക വൈദികനായ തരിയൻ ഞാളിയത്തച്ഛനെ പുറത്താക്കുകയും ചെയ്തതിൽ അഭിമന്യ പിതാക്കന്മാർ പ്രതിഷേധത്തിലാണ്. മാത്രമല്ല സഭാവിരുദ്ധ യോഗത്തിനിടെ പ്രാർത്ഥിക്കുവാനായി സംഘടിച്ച വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് ലാത്തിച്ചാർജ് നടത്തുകയും അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്ത നടപടിയിൽ അഭിമന്യ പിതാക്കന്മാർക്ക് ഖേദമുണ്ട്. ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ കണ്ണൂർക്കാരൻ സൂപ്പർ മെത്രാപ്പൊലിത്തയുടെ പ്രവർത്തനം പ്രതിഷേധാർഹമാണ്. 5. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കലിലാക്കുന്ന കണ്ണൂർക്കാരന്റെ പാമ്പ്ലാനിത്തരം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മെത്രാന്മാരിൽ മുൻപനായിരുന്നു കണ്ണൂർക്കാരൻ പാമ്പ്ലാനി എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ധാരണയുണ്ടായിരുന്ന മെത്രാനെ ചില തീവ്രവാദികളെ ഉപയോഗിച്ച് വിരട്ടി സീറോ മലബാർ സഭയുടെ സത്വത്തെ അട്ടിമറിക്കുവാൻ അച്ചാരം വാങ്ങിയ കണ്ണൂർക്കാരൻ മാർ ജോസഫ് പാമ്പ്ലാനി ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിനെ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ജൂൺ 5 എറണാകുളം ബിഷപ്പ് ഹൗസിൽ ചേർന്ന വിമത വൈദികരുടെ യോഗത്തിലേക്ക് ആ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച കണ്ണൂർക്കാരൻ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ഇരുത്തിക്കൊണ്ട് അഥവാ അദ്ദേഹത്തെ മറയാക്കിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ വിമത വൈദികരുടെ ഇടയിൽ ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് സുബോധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടെന്നും മാധ്യമങ്ങളിൽ ചിലരോട് വിളിച്ചു പറഞ്ഞത് മാർ പാമ്പ്ലാനി മീഡിയ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ നിയമിച്ച കണ്ണൂർക്കാരനായ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആണെന്നുകൂടി
കൂട്ടി വായിക്കണം. അത് പറഞ്ഞതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ആ മീഡിയ കമ്മീഷൻ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റി. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെ തടങ്കലിലാക്കിയാണ് കണ്ണൂർക്കാരൻ സൂപ്പർ മെത്രാപ്പോലീത്ത ശമയലിന്റെ കത്തിവേഷം തുടരുന്നത്. സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുടെ സൂപ്പർ മെത്രാപ്പോലീത്ത ചമയലിന്റെ വേഷം കെട്ടലുകളുടെ ചരിത്രം തുടരുമ്പോൾ കണ്ണൂർക്കാരൻ പാമ്പ്ളാനി സഭയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ധിക്കാരമാണ് തുടരുന്നത്. കണ്ണൂർക്കാരൻ പാമ്പ്ളാനിയെ കുറിച്ച് സഭയിലെ ഒരു സീനിയർ മെത്രാന്റെ വാക്കുകൾ കടമെടുത്തു തന്നെ പറയട്ടെ. സഭയുടെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ യജമാനന്മാരെ അയാൾക്ക് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സീനിയർ മെത്രാൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് സീറോ മലബാർ വിശ്വാസികൾ എല്ലാവരും വളരെയധികം ജാഗ്രത പുലർത്തുക തന്നെ വേണം. നന്ദി, നമസ്കാരം.